ചേട്ടാ, രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മുൻപ് അദ്ദേഹത്തിനെതിരെ വന്ന പല പരാതികളും അതിനെ തുടർന്നുണ്ടായ പല വാട്സപ്പ് സന്ദേശങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അപ്പൊ ആ ഒരു സംഭവങ്ങളുടെ ബാക്കി പത്രമായിട്ട് ഇപ്പോൾ വീണ്ടും പുതിയ വാട്സപ്പ് ചാറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പരാതി പറയാൻ ഒരു പെൺകുട്ടിയില്ല, അല്ലെങ്കിൽ പരാതിയുമായി ആ പെൺകുട്ടി മുന്നോട്ട് വരുന്നില്ല എന്നത് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു സംഭവവും ഈ പ്രചരണവും UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രചരണവും ബന്ധപ്പെടുത്തി എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? CPM-ന്റെ ഒരു ആയുധം തന്നെയല്ലേ ഇത്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവർ നടത്തുന്ന ഒരു ആയുധമായിട്ട് തന്നെയല്ലേ ഇതിനെ വിലയിരുത്തേണ്ടത്? അല്ല, ഈ വിഷയം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്, നേരത്തെ 2 മാസം മുൻപാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പുറത്തു വന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെ ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി ശക്തമായ നടപടി ഒരു പാർട്ടിയും കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നോളം എടുക്കാത്ത തരത്തിലുള്ള ഇത്തരം വിഷയങ്ങളിൽ ഒരു പാർട്ടി നമുക്ക് മുൻകാല ചരിത്രം കാണിക്കാനില്ലല്ലോ. കീഴ്വഴക്കമില്ല, ഒരു പാർട്ടിക്കും ഇല്ല ഇത്തരം വിഷയങ്ങളിൽ. അവരൊക്കെ ചേർത്ത് പിടിക്കുക. ഇപ്പോഴും MLA-മാരായിട്ടിരിക്കുന്ന CPM-ന്റെ MLA-മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ തന്നെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുകയാണ്, ചേർത്ത് പിടിക്കുകയാണ്. കേസുകളൊക്കെ ഹൈക്കോടതി നിൽക്കുന്ന കേസുകളാണ്, ഇതിൽ കേസ് പോലും ഇല്ല എന്നുള്ളത്. പക്ഷെ അത്തരം ഒരു വിഷയം വന്നപ്പോൾ വളരെ ഗൗരവമാണ്. ഒരു സ്ത്രീപക്ഷ നിലപാട് എന്നുള്ള നിലയിൽ പാർട്ടി ആ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കാൻ നിർദ്ദേശിച്ചു. രാജിവെച്ചു പുറത്തുപോയി. അദ്ദേഹം പിന്നീട് 2 മാസത്തോളം അദ്ദേഹം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം വീണ്ടും അതിനനുബന്ധിച്ച് പാർട്ടി വീണ്ടും അദ്ദേഹം ഈ മണ്ഡലത്തിൽ പോയി സജീവമാകുന്നു, പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നു. ശക്തമായിട്ട് അദ്ദേഹം പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. അതായത് പല രീതിയിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ വന്ന അദ്ദേഹത്തിന് സൈബർ അടുത്തും അല്ലാതെയും അദ്ദേഹത്തിന് പല രീതിയിൽ അവർ BJP ആണെങ്കിലും പല രീതിയിൽ അദ്ദേഹത്തിന് വിമർശനവുമായും പ്രതിഷേധവുമായിട്ടൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നു. പക്ഷെ അതൊന്നും ചെവികൊള്ളാതെ അല്ലെങ്കിൽ അതിലേക്ക് കവച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അത് ജനപിന്തുണയോടുകൂടി തന്നെ പലരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന പല വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമതും ഇത്തരം ഒരു ആരോപണം. അല്ല, ഇത് ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. നമ്മൾ ഇരകൾക്കൊപ്പം തന്നെ തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്ന ഇരകൾക്കൊപ്പം തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ. പക്ഷെ ഈ വിഷയത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളും CPM ഒക്കെ തന്നെ CPM-ന്റെ ഒരു ടൂളായിട്ട് ഈ മാധ്യമങ്ങളൊക്കെ നിന്നുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ ടൂളായിട്ട് UDF-നെതിരെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അടിക്കാവുന്ന ഒരു വടിയായിട്ട് ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നു. തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. അതെ, അതാണ് വിഷയം. ആ വിഷയത്തിൽ അന്ന് കുറെ സംഭവങ്ങളൊക്കെ പുറത്തു വന്നു. പക്ഷെ ആരും പരാതിക്കാരില്ല. ഉണ്ടോ? കുറെ വിഷയങ്ങൾ വന്നു. പക്ഷെ ആരും ഒരു ഇരകളായിട്ടുള്ള ഒരു പെൺകുട്ടികളും അതിനകത്ത് പരാതിപ്പെട്ടു പോയില്ല. മൂന്നാം പാർട്ടി ഒരു ആൾക്കാര് കുറെ പേര് കേസ് കൊടുത്തു. DGP-ക്ക് തന്നെ പരാതി കൊടുത്തു. അതിനകത്ത് കേസെടുത്ത്, ക്രൈംബ്രാഞ്ച് കേസെടുത്ത്, മൊഴി കൊടുക്കാൻ പരാതിക്കാരെ പോലും കിട്ടുന്നില്ല, ആരെയും കിട്ടുന്നില്ല. പരാതി കൊടുത്ത ഈ പറയുന്ന മൂന്നാം കക്ഷിക്കാര് അവര് പോയി മൊഴി കൊടുത്തതല്ലാതെ ഈ പറയുന്ന ഇരകളായിട്ടുള്ളവരെ ആരെയും തന്നെ മൊഴി കൊടുക്കാൻ കിട്ടുന്നില്ല. അത്തരത്തിൽ കേസെടുത്തിട്ട് ഇപ്പൊ 2 മാസത്തോളം ആവുന്നു കേട്ടോ. ഒരു മുന്നോട്ട് പോക്കുമില്ല, ഒരു ഇതുമില്ല, ഒരു അനക്കവും ആ കേസിന് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പരാതിക്കാരില്ലാണ്ട്, അതിനെ സാധൂകരിക്കുന്ന മൊഴികളില്ലാണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ നല്ല ആരെയാണെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടാനോ ഒന്നുമുള്ള ഒരു വകുപ്പ് നിലവിൽ ഇന്ത്യയിലെ ഈ നിയമ സംവിധാനത്തിൽ ഇല്ല. അപ്പോൾ അങ്ങനെ കേസ് ഈ പറയുന്ന DGP-ക്ക് കിട്ടിയിട്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ DGP അത് ഫോർവേഡ് ചെയ്യുന്നു. പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. അവർ കേസെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? കേസ് രജിസ്റ്റർ ചെയ്തു, അത് പരാതിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ലാതെ അതിന്റെ പേരിൽ ഒരു എന്താ പറയുക സോളിഡായിട്ടുള്ള എവിഡൻസ് ഇവര് ശേഖരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെയും തെളിവ് ശേഖരിച്ചില്ല. ശേഖരിച്ചെങ്കിൽ പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കത്തില്ല. പിണറായി വിജയന്റെ പോലീസാണല്ലോ ഭരിക്കുന്നത്, അല്ലേ? പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളല്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. പത്മകുമാറിനെ പോലെയോ N. വാസുവിനെ പോലെയോ പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്, ആണോ? അല്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുണ്ടെങ്കിൽ എന്നെ ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ട് വരും. നമുക്കറിയാമല്ലോ, നേരത്തെ ഒരു കേസില് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ഒരു സമരവുമായി ബന്ധപ്പെട്ട ഒരു കേസില് വെളുപ്പിന് വീട്ടിൽ കയറി പൊക്കി എടുത്തുകൊണ്ട് പോയ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടിട്ടില്ലേ? അപ്പോൾ അത്തരത്തിൽ ജയിലിൽ കൊണ്ടിടാനുള്ള ഒരു എന്തെങ്കിലും ഒരു സംവിധാനം, ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന പിണറായി വിജയന്റെ പോലീസ് ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നില്ല. അവര് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ രാഹുൽ പതിയെ തന്റെ മണ്ഡലത്തിലേക്ക് പോവുകയും ഇതിലേക്ക് കർമ്മയിലേക്ക് ഇറങ്ങുക വെച്ചത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ പാലക്കാട് നമുക്കറിയാം, പാലക്കാടിന്റെ MLA ആണ് രാഹുൽ. പാലക്കാട് നഗരസഭ
ഇത്തവണ UDF പിടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ്. കാരണം അവിടെ BJP തമ്മിലടിയും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ അവർ പോയിരിക്കുകയാണ്, ഇല്ലാണ്ടായിരിക്കുകയാണ് BJP അവിടെ. അപ്പോൾ ആ സമയത്ത് UDF നമുക്കറിയാമല്ലോ, ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മികച്ച ഭൂരിപക്ഷം 5000-ലധികം വോട്ടിന് ഭൂരിപക്ഷം നൽകിയ ഒരു നഗരസഭയാണ് പാലക്കാട്. BJPയുടെ ശക്തി കേന്ദ്രമാണ് കേട്ടോ. BJP ഭരിക്കുന്ന നഗരസഭയാണെന്ന് കൂടി ഓർക്കണം. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം ഒരു തേരോട്ടം നടത്തുന്നത്. അപ്പോൾ രാഹുലിന് അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, അവിടെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ് എന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രചരണ പരിപാടികളൊക്കെ കാണാവുന്നതാണ്. ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ രാഹുലിനെതിരെ വീണ്ടും ഒന്ന് തലപൊക്കി വരുമ്പോൾ അല്ലെങ്കിൽ അടിക്കാം എന്നുള്ള നിലയിൽ അടുത്ത ഘട്ടം ഈ തെളിവുകളുമായിട്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ പുറത്തു വരുന്നത്. അവിടെ അദ്ദേഹത്തിനെതിരെ മുമ്പ് വന്ന കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ഒരു ചാറ്റും വോയിസും ഇതെല്ലാം കൂടെ എടുത്ത് പുറത്തുവിടുന്നത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ ഈ പറയുന്ന പെൺകുട്ടി അവര് പരാതി കൊടുക്കുകയാണ് വേണ്ടവർക്ക്, പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മാധ്യമങ്ങളും ചില പാർട്ടികളും ഒക്കെ ചേർന്ന് അവരെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ഇങ്ങനെ കളിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത്. അവര് അതിനെ നിന്നു കൊടുക്കണമെന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവര് പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈ മെനഞ്ഞാന്നാണ് ഈ സംഭവം വന്നത്. അതിനുശേഷം നമ്മൾ കേട്ട വാർത്ത എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുമെന്നൊക്കെയാണ് കേട്ടത്. നമുക്കറിയത്തില്ല, പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണത്. പെൺകുട്ടി പരാതി ഉണ്ടെങ്കിൽ അവർ കൊടുക്കുക തന്നെ വേണം. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്താൽ മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കാനായിട്ട് പോലീസിനോട് അത് ഫോർവേഡ് ചെയ്യാം, DGPക്ക് തന്നെ ഫോർവേഡ് ചെയ്യാം പരാതി. അത്തരത്തിൽ നടപടികളൊക്കെ തന്നെ എടുക്കാം. അത് ആ വഴിക്ക് പോകട്ടെ. അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കാരെ ഒന്നാളല്ല എത്ര പേരുണ്ട് അത്രയും പേര് പോയി നേരിട്ട് പോയി പരാതി കൊടുക്കട്ടെ, അദ്ദേഹത്തെ പുറത്ത് പിടിച്ച് അകത്തിലിട്ടെ. പക്ഷെ ഇവിടെ അത് നടക്കുന്നത് അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലയിലല്ല ഇത് നടക്കുന്നത്. ഈ പറയുന്ന തെളിവുകൾ പുറത്തുവിടുന്നതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഈ മാധ്യമങ്ങള് ചില രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ വാർത്തകൾ പുറത്തുവിടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. പാർട്ടി ഏതെങ്കിലും ഔദ്യോഗികമായ രീതിയിൽ അദ്ദേഹത്തെ വിളിക്കുകയോ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയോ ചെയ്യുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നൊക്കെ CPM-ഉം BJP ഒക്കെ വിമർശനം വിളിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നുമല്ല. അവിടെ ഓരോ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ അവിടെ കോർ കമ്മിറ്റി രൂപീകരിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ UDF അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. ആ നിർണ്ണയമെല്ലാം കഴിഞ്ഞ് സ്ഥാനാർത്ഥികളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയാണ്. നല്ല പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പോകുന്നിടങ്ങളിലൊക്കെ നമുക്ക് വീഡിയോ കാണാമല്ലോ, അമ്മമാരും പെങ്ങന്മാരും എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ നഗരസഭയില് പാലക്കാട് ജില്ലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആ മണ്ഡലത്തിൽ അദ്ദേഹം പ്രധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ ഈ പറയുന്ന നഗരസഭ വരും, പിന്നെ പിരായിരി എന്ന് പറഞ്ഞ പഞ്ചായത്ത് വരും, കണ്ണാടി പഞ്ചായത്തുണ്ട്, മാത്തൂര് പഞ്ചായത്തുണ്ട്. ഇവിടെയൊക്കെ തന്നെ കോൺഗ്രസ് ഇത്തവണ അത്യുജ്വലമായ വിജയം നേടുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും വാർത്തകൾ പുറത്തു വരുന്നത്. വാർത്തകൾ പുറത്തു വരുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിനെതിരെ തെളിവുകൾ പുറത്തു വരണം. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. ഈ പോലീസ് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോലീസ് ശക്തമായ തെളിവുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ പുറത്ത് അഴിഞ്ഞാടാൻ വിടാതെ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് അകത്തിലുണ്ടേ. അത് ചെയ്യാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറത്തായിട്ട് രാഷ്ട്രീയമായി ചർച്ചയാക്കി നിലനിർത്തുക. ഇത് ചില മാധ്യമങ്ങൾക്ക് ചർച്ചയാകാൻ അതിന്റെ പേരിൽ ഈ പറയുന്ന CPM-നും BJP-ക്കും അതൊരു അഡ്വാൻറ്റേജ് ആക്കി, അവർക്ക് അത് മുതലാക്കി, അവർക്ക് അനുകൂലമായ ഒരു വിഷയമാക്കി മാറ്റാൻ വേണ്ടി മാത്രം മാധ്യമങ്ങൾ ചില ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അതിൽ പട്ടികല്ലി കഷ്ണം ഇട്ടുകൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ട് അതിനെ കത്തിച്ചു നിർത്തുക എന്നതാണ് നമുക്ക് ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നിയമപരമായ നടപടികളിലേക്ക് പോയി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തെ പിടിച്ചകത്തിടുകയാണ് വേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള മൂന്നാംകിട പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടുത്തെ പ്രചരണം ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഈ പറയുന്ന CPM-നും BJP-ക്കും അവിടെ അങ്കലാപ്പുണ്ട്, അന്താളിപ്പുണ്ട്. പ്രത്യേകിച്ചും BJP-ക്ക് ആ നഗരസഭ അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്ക് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. കാരണം തന്നെ അദ്ദേഹം പത്തനംതിട്ടക്കാരനാണല്ലോ. പത്തനംതിട്ടക്കാരനായ താൻ ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തവരാണ് ഈ പറയുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകര്, അല്ലെ? അവര് വാർഡ് തലം മുതൽ പണിയെടുത്താണ് മണ്ഡലത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തില് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചത്. അപ്പോൾ തനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് തന്നെ വിജയിപ്പിച്ച് തന്നെ പാലക്കാടിന്റെ ഒരു പുത്രനായിട്ട് മാറ്റിയ ജനങ്ങളാണ്, സാധാരണ പ്രവർത്തകരാണ്. അവര് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്, അല്ലെ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ഓരോ പാർട്ടിയിലെയും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകര്, പ്രാദേശിക നേതാക്കന്മാര് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനുവേണ്ടിയാണ് താൻ ഇവിടെ നിൽക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആ വിഷയത്തിൽ. അത് ശരിയായ ഒരു കാര്യവുമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, എല്ലാവരും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഇറങ്ങത്തില്ല. മുഖ്യമന്ത്രി ഇറങ്ങും, പ്രതിപക്ഷ നേതാവ് ഇറങ്ങും. അപ്പോൾ അതെന്ന് പറയുന്നത്
പ്രവർത്തകരുടെ ഒരു തെരഞ്ഞെടുപ്പാണ്, ഉത്സവമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നിയമസഭയിലേക്ക് വരുമ്പോൾ അത് നേതാക്കന്മാരെ വിട്ടു മാറുമല്ലേ, അവർക്ക് വേണ്ടി പിന്നീട് ഈ പറയുന്ന താഴെ തട്ടിലുള്ള ജനങ്ങളും അവരുടെ പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ തന്നെ ജയിപ്പിച്ച ആ നേതാക്കൾക്ക് വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുക, പരമാവധി ആൾക്കാരെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കണം, അതിനെ വകവച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അവിടെ രാഹുൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നഗരസഭയിലും പഞ്ചായത്തിൽ മൊത്തത്തിലും അതിൽ വിരളി പൂണ്ട് CPM-ഉം BJP-യും ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷവും CPM-ഉം BJP-യും ഒക്കെ ഓരോ കാര്യമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് ഓർക്കണം, ഈ പറയുന്ന ശബരിമല വിഷയത്തില് അവര് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെയും എൻ വാസുവിനെയും ഡിഫെൻഡ് ചെയ്യുന്ന CPM ആണ്. ഈ ഒരു കേസുമില്ലാത്ത, അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ്, ഏത് തെറ്റാണെങ്കിലും നിലവിൽ അദ്ദേഹത്തിന് ഒരു പരാതിയില്ല, ഒരു കേസില്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അത്തരം ഒരാൾക്കെതിരെ വലിയ രീതിയിൽ എന്താ പറയുക പ്രതിഷേധവും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് നിൽക്കുന്നത് എന്നതുകൂടി ഇവര് ചിന്തിക്കണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരേ വിഷയത്തിൽ എത്രത്തോളം എത്ര നിലപാടുകൾ തങ്ങൾക്ക് ഓരോരുത്തരുമനുസരിച്ച് എത്ര നിലപാടുകൾ സാഹചര്യത്തിനനുസരിച്ച് ഓരോ പാർട്ടിക്കും സ്വീകരിക്കാൻ കഴിയും എന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ വിഷയം. അതിനകത്ത് CPM-ഉം BJP ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ.